പ്രിയപ്പെട്ട താരവും ടീമും കേരളത്തിലെത്തുന്നത് കാത്തിരുന്ന ഫുട്ബോൾ ആരാധകർ വീണ്ടും നിരാശയിലായി. സ്പോൺസറുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് മെസ്സിയുടെ വരവിൽ അഭിപ്രായം പറയുന്ന മന്ത്രിയുടെ വാക്കുകളോട് കാൽപന്ത് പ്രേമികളുടെ പ്രതികരണം കാണാം. പക്ഷെ നമുക്ക് എല്ലാവരെക്കാട്ടും ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ആ പ്ലെയറെ കളി ഇവിടെ നേരിട്ട് കാണാമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഇപ്പം നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് കുട്ടികൾക്ക് ഇവിടെ കളിക്കാനൊരു ഗ്രൗണ്ട് പോലും ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നത് നേരം കുറച്ചൊക്കെ അധികാരികൾ അതുകൂടെ ഒന്ന് കാണണോ. ആ ഒരു മുപ്പര് വരും വന്ന് നമ്മൾ നേരിട്ട് കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ് വരുന്നുണ്ട്. ആ ഒരു ഇതിലാണ് ഇപ്പം മുന്നോട്ട് പോകണത്. മന്ത്രി പറഞ്ഞത് ശരിയാണ്. കാരണം അർജന്റീന പോലുള്ള ടീം ഇന്ത്യയിലോ കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. കാരണം വേൾഡിലെ ഒരുപാട് ആൾക്കാരൊക്കെ നമ്മൾ ഇന്ത്യനെ പറ്റിയിട്ട് കേരളത്തിനെ പറ്റി അറിയും. പക്ഷേ വന്നിട്ട് എന്താ കാര്യം ഞാൻ ചിന്തിക്കുന്നത്. ഇത്രയും കോടി രൂപ ചിലവാക്കിയിട്ട് നമുക്ക് എന്താ ഉപകാരം ഉണ്ടാവുക? അത് പറയട്ടെ, നല്ലൊരു ഗ്രൗണ്ടില്ല ഇന്ത്യയിൽ കളിക്കാൻ. സ്പോർട്സ് പരമായിട്ട് ഒന്നും കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ നമ്മൾ ആരോടാ പറയാ? ഓരോ വന്നിട്ട് പിന്നെ നമുക്ക് പോലെ കാണാൻ കഴിയോ? ഈ ജോലി വരുന്നല്ലേ നല്ലത്. എന്തിനാണ് വെറുതെ ഇങ്ങനെ വരാനില്ലാന്ന് നമ്മളെ എത്രയായി പറ്റിക്കണോലി. മന്ത്രി ഇങ്ങനെ ചെയ്തതിൽ ഒരു സങ്കടമായി പോയി. മെസ്സി വരുന്നൊക്കെ ആഗ്രഹിച്ചിട്ട് കുറെ കാലം കാത്തിരുന്നു നമ്മള്. പെട്ടെന്ന് ഇത് മന്ത്രി വാക്കുമാറ്റം നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരിതായിരുന്നു. മെസ്സി വരും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച്. നമുക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനായി. എനിക്ക് അറ്റാക്ക് ഇല്ലാത്ത എന്തോ നസീബ് എല്ലാണ്ട് ഞാൻ മരിച്ചു പോയിണ്ടാവും. മന്ത്രി പറ്റിച്ചു എന്ന് നമുക്ക് ഒറ്റയടിക്കാണ്ട് പറയണം. എന്താ സ്ഥിതിഗതികളെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ. നമ്മൾ ഒറ്റയടിക്കാൻ അർജന്റീന ടീം വരുന്ന തന്നെ ഇപ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്തതാണ്. മനസ്സിലായി? അതിപ്പോൾ വളരെ ആശയോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അത് നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്.